ആളുകൾക്ക് സ്വർണത്തോളം ഭ്രമം മറ്റൊരു ലോകത്തിനോടും ഇല്ല എന്നതാണ് സത്യം. പലപ്പോഴും ഒരു ആഭരണം എന്നതിൽ നിന്നും ഉപരിയായി സ്വർണം ഒരു സമ്പാദ്യമായി മാറുമ്പോഴും ഇത് നൽകുന്ന സുരക്ഷിതത്വം ചെറുതൊന്നുമല്ല. ആഗോളതലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരുന്നതായിരുന്നു ട്രെൻഡ്. ഇതിന് ചുവട് പിടിച്ച് കേരളത്തിലും വില കൂടുമെന്ന് കരുതിയെങ്കിലും അത് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ പതിയെ വില കുറഞ്ഞു വരികയാണ്. എന്നാൽ വില കൂടുന്ന പോലെ വലിയ തുക കുറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് പവന് 80 രൂപയാണ് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ചയും 80 രൂപ കുറഞ്ഞിരുന്നു. ഡോളർ സൂചിക കരുത്തുകൂട്ടാൻ സാധിക്കാതെ നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്പം മെച്ചപ്പെട്ടത് സ്വർണ്ണവില കുറയാൻ കാരണമായി. ക്രൂഡ് ഓയിൽ വില ഒരു ഇടവേളയ്ക്ക് ശേഷം ഉയർന്നു എന്നതാണ് മറ്റൊരു കാര്യം. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില നേരിയ തോതിൽ കൂടുന്നു എന്നതും ഇന്നത്തെ വിപണി മാറ്റമാണ്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 65,680 രൂപയാണ് വില. 22 ക്യാരറ്റ് ഗ്രാമിന് 8,210 രൂപയും. 10 രൂപ മാത്രമാണ് ഗ്രാമിന് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6,760 രൂപയായി. വെള്ളിയുടെ വില ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. 1 ഗ്രാം വെള്ളിക്ക് 110 രൂപയാണ് ഇന്ന് സംസ്ഥാനത്ത് ഈടാക്കുന്നത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 65,840 രൂപയായിരുന്നു. ഡോളർ സൂചിക 103.76 എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. ഡോളർ കരുത്ത് കൂടിയാൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞേക്കാം. അതേസമയം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം ഇന്ന് അല്പം കയറിയിട്ടുണ്ട്. 86.86 നിരക്കിലാണ് രൂപ. ഇന്ത്യൻ കറൻസി വൻതോതിൽ മൂല്യം കൂടിയാലും സ്വർണ്ണവില കുറയും. എന്നാൽ ഡോളറിലും രൂപയിലും വലിയ മാറ്റം നിലവിൽ പ്രതീക്ഷിക്കാൻ തരമില്ല. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $3,000 കടന്നിരുന്നു. എങ്കിലും ഇപ്പോൾ കുറഞ്ഞു. $2,987 പുതിയ വില. വൻതോതിൽ കുറയില്ല എന്നാണ് വിലയിരുത്തൽ. അതേസമയം ബിറ്റ്കോയിൻ വില നേരിയ തോതിൽ കയറി. ഒരു ബിറ്റ്കോയിന് $83,000 എന്ന നിരക്കിലേക്ക് കയറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങളാണ് വിപണിയെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. സൗഹൃദം നിലനിന്നിരുന്ന രാജ്യങ്ങളോടും അല്ലാത്ത രാജ്യങ്ങളോടും ഒരുപോലെ അധിക ചുങ്ക ഭീഷണി ഉയർത്തുകയാണ് ട്രംപ് ആദ്യം ചെയ്തത്. മറുഭാഗത്തുള്ള രാജ്യങ്ങൾ സമാനമായ രീതിയിൽ തിരിച്ചടിച്ചതോടെ നിക്ഷേപകരാകെ ആശങ്കയിലുമായി. അമേരിക്കക്കാരുടെ പൗരത്വം ചോദ്യചിഹ്നമാകുന്ന നീക്കങ്ങളും ട്രംപ് നടത്തുന്നുണ്ട്. അതിനിടെയാണ് യമനിലെ ഹൂത്തികൾക്കെതിരെ US സൈന്യം ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ലോകത്തെ പ്രധാന ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയിലുള്ളത്. ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണം ഈ പാതയിലൂടെയുള്ള സഞ്ചാരം ദുസ്സഹമാക്കുമെന്ന് തീർച്ച. ഇതുകൊണ്ടൊക്കെ തന്നെ വൻതോതിൽ ഇടിഞ്ഞ ക്രൂഡ് ഓയിൽ വില പിന്നെയും ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $71 ഉയർന്നു. മർബൺ ക്രൂഡിന് $72 ഉയരുകയും ചെയ്തു. അമേരിക്കയിലെ WTI ക്രൂഡിന്റെ വില $67 വർദ്ധിച്ചു. ചൈനയിൽ നിന്നുള്ള ആവശ്യം കൂടിയതാണ് എണ്ണ വില കൂടാൻ മറ്റൊരു കാരണം.